അസ്സലാമു അലൈക്കും. ഞാൻ ദിയമോളെ ഉമ്മയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പിന്നെന്താണ്, ഞങ്ങൾ ഒരു സാലിന് TV19 ചാനലിൽ ജെയിംസിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടര മാസം മുന്നേ ചെയ്ത വീഡിയോ ആണത്. അത് മിനിഞ്ഞാന്നാണ് പുറത്ത് വന്നത്. അതിനുശേഷം ജുനൈദ് പറയുന്ന ഒരാൾ യൂട്യൂബിൽ വന്നിട്ട് കുട്ടിൻ്റെ ഉപ്പാനെയും കുടുംബത്തിനെയും അതിൽ പറയുന്നുണ്ട്, വല്ലാത്ത വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ മനസ്സിന് അത്രക്ക് മുറിവായിപ്പോയി. പിന്നെ അതെല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ കണ്ടിട്ട് അതിൽ എൻ്റെ വോയിസ് അടക്കം ഇട്ടിട്ടുണ്ട്. ഇത് ജുനൈദിനോട് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സ്വന്തം വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെ കരുതിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടീനെ കിട്ടാതിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ആ കുട്ടീനെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ആരായാലും എന്താ ചിന്തിക്കുക, നമ്മളെ മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടണം എന്നല്ല ചിന്തിക്കുകയുള്ളൂ. ആ ഒരു ഇതിന് എൻ്റെ മോളെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനെല്ലാം വിശ്വസിച്ച് പോയി. വല്ലാത്തൊരവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അറിയണം. അപ്പം ഈ മെഞ്ഞാന്ന് TV9 ചാനലിൽ വന്ന ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജെയിംസുമായിട്ട് സംസാരിച്ച ഒരു കോൾ റെക്കോർഡ് അവരുടെ സമൂഹത്തോടെ നമ്മൾ ഇതിലിടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഹലോ, നമസ്കാരം. തിരക്കിലാണോ? നമസ്കാരം പറഞ്ഞു. ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ. ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഇന്നലെ രാത്രി ജുനൈദ് അയച്ച ഒരു വീഡിയോന്റെ ലിങ്ക് ഇട്ടായിരുന്നു. അത് ബ്ലൂടിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ കണ്ടായിരുന്നല്ലേ? കുറെ ഉണ്ട്, മൊത്തം കാണാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു നോക്കി. എന്ത് വെളിവില്ലായ്മയൊക്കെ പറഞ്ഞു. അവനൊരു പ്രാന്തമല്ലുണ്ടോ നിങ്ങൾ ഈ വെറുതെ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി തലവെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഒന്നാമത് കാര്യം മനസ്സിലാക്കുക. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ പുറത്ത് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വിഷമവും ടെൻഷനുകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം ശരിയാണ്, അതൊന്നും അവർണ്ണനീയമാണ്, നമുക്ക് വർണ്ണിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. ഇമാതിരിയുള്ള ഫ്രോഡുകളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ നിങ്ങൾ പോയി ഇങ്ങനെ ഈ തലവെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്നാൽ ഈ കൊച്ചിനെ നഷ്ടപ്പെട്ട സമയത്തൊന്നും ഇവരാരും ഇല്ലായിരുന്നല്ലോ. ഇത് ഈ ചുരുങ്ങിയ നാളുകൾക്ക് മുമ്പല്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ ഓരോരുത്തരും അവരവരുടെ രക്ഷാമാർഗ്ഗങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തർ ഇങ്ങനെയുള്ള വഴികൾ തേടുന്നത്. ഈ നാട്ടിൽ എത്രയോ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള അവരൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഇവരാരും കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊന്നും. ഇത് നിങ്ങൾ ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞു വെച്ചിട്ട് ഇമ്മാതിരിയുള്ള വേഷം കെട്ട് കാണിക്കുന്നവരുടെയൊക്കെ അടുത്ത് നിങ്ങൾ പോയി തല വെച്ച് കൊടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയുള്ള കാര്യം. മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇതെന്താ, നമ്മൾ ഏത് യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കിനാവ് കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണിത്? ഈ കിനാവൊന്നും 5-8 വർഷം മുന്നേ ഒന്നും ഇവരാരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഈ 8-10 വർഷം പിന്നിടുമ്പോഴാണോ കിനാവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്? നിങ്ങൾ പോലീസിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ലീഗൽ സൈഡ് നോക്കിയിട്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ പോലീസ് ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ട് ഇപ്പോൾ എന്നുള്ള എനിക്ക് അവസാനം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. നിങ്ങൾ പോലീസിനെ ഡിപ്പെൻഡ് ചെയ്യുക, ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അല്ലാതെ ഇമ്മാതിരിയുള്ള വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതിന്റെ പുറകെ നിങ്ങൾ തൂങ്ങി അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്താണ്? ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടുണ്ട്, അത് വിട്ടായിരുന്നു, അതിന്റെ ലിങ്ക് വിട്ടായിരുന്നു. ഞാൻ ഷൂട്ടിലാണുള്ളത്, എനിക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എന്തായാലും നോക്കാം, ഉച്ച കഴിയുമ്പോൾ നോക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞില്ല, അവൻ പറയണത് ഒരുമാതിരി ബോധമുള്ള ആർക്ക് ഇത് ഞാൻ പറഞ്ഞില്ല. ഈ ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് അതിനെ വിശ്വാസത്തോടുകൂടി എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ളവർ ആരെങ്കിലും ജൈവ് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അതിനൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കാൻ പോയാൽ ഒന്നാമത്തെ കാര്യം അവനെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അവൻ്റെ 1-2 ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവും അവൻ നല്ല ഒന്നാം തരം നടനാണ്. അവന് ഇങ്ങനെ ഭയങ്കര തന്ത്രപരമായ രീതിയിൽ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പബ്ലിക്കിനെ പലർക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ ഭക്തിയുടെ പേര് പറയുമ്പോൾ ആളുകൾ വീണുപോകും. അത് മനസ്സിലാക്കി അതിന് കൈവിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ? അല്ല, അത് ഞാൻ ഒന്നാന്ന് വെച്ചാല് ഇതൊക്കെ കാണുമ്പോ സഹിക്കാം. ഞാൻ ഒരു മിനിറ്റ് ഞാൻ വൈഫിന് കൊടുക്കാം. ഞാനൊരു ഷൂട്ട് കൊടുക്കാം. ഹലോ, നമസ്കാരം. പറഞ്ഞോ ഫാത്തിമ. എനിക്ക് ഇത്രയും ദിവസം ഞാൻ ഒന്നും ഞാൻ പറയാൻ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് രാവിലത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ എനിക്ക് വല്ലാത്ത വിഷമായി. എന്താ പറ്റിയേ? എന്റെ വോയിസ് എടുത്തിട്ട് പബ്ലിക് ആയിട്ട് ഇട്ടതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം.
ഏതില് വോയിസ് ഇട്ടേക്കണ ഇപ്പോ? ഇന്നലെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് തന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. അത് എന്തൊക്കെയോ കുറെ കഴിഞ്ഞിട്ട് 10-40 രാവിലെ മിനിറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോ ഒരു കാരണത്തിരുന്ന് ആള് അഭിനയത്തിന്റെ മികവ് കാണിക്കുന്നുണ്ട് പുള്ളി. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണോ നിങ്ങൾ? കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഈ എവിടെയെങ്കിലും ഒരു വെളിച്ചം തേടി നിങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ രക്ഷിക്കാമെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ എല്ലാവരും രക്ഷിക്കാനല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പോലീസ് സംവിധാനവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും അന്വേഷിച്ച് കണ്ടെത്തി തരുന്നതും ഒക്കെ പോലീസല്ലേ. എനിക്കിതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ എന്താ പറയാ? നമ്മളെ സ്വന്തം വീട്ടുകാരെ പോലെ സ്വന്തമായിട്ട് കരുതിയിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും വെച്ച ഒരാളായിരുന്നു. എന്തായാലും മനസ്സിന് വല്ലാത്തൊരു മുറിവായി. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെ സഹായിക്കാൻ വരുന്നോ അവരുടെ സഹായത്തിന് നിന്നു കൊടുക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയെങ്കിലും മിസ്യൂസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പെറ്റീഷൻ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ SP ഓഫീസില്ലേ? എനിക്കിത് കണ്ടതിന് ശേഷം എനിക്കിന്ന് വല്ലാത്തൊരു മനോവിഷമം, എന്തൊക്കെയോ ടെൻഷൻ കയറിയിട്ട് ഞാനിങ്ങനെ നടക്കുക. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയല്ലേ, ഈ വേണ്ടെന്നും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയല്ലേ. അപ്പൊ പിന്നെന്താണ്, എന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനമുള്ള, ഞാനൊരു അഭിമാനം എന്റെ ഒരു കാര്യത്തിൽ എന്റെ അഭിമാനം എനിക്ക് വലുതാണ്, എന്റെ കാര്യത്തില്. അത് പക്ഷെ മാറ്റല്ലേ അതോടെ വെക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലിംഗ്, എന്തോ ഒരു വിഷമം. ഇതിനിപ്പോ എന്താ ഇനി മുന്നോട്ട് എന്താ ചെയ്യാൻ, നമുക്ക് ഒന്ന് നമ്മളെ അടുത്ത് ഒരു തെളിവുകളും ഇല്ല. ഫാത്തിമ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അതിന്റെ പുറത്ത് ഈ കണ്ട ലോകത്തുള്ള സകല മാധ്യമങ്ങളും ഇത് മുഴുവൻ വാർത്തയാക്കിയതാണ്. അതിന് പുറത്ത് പോലീസ് ഇന്നൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടന്നു പോകുന്നുണ്ട്. അതിന് സമാന്തരമായിട്ട് ഒരാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മൾ മറുപടി കൊടുക്കാന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് ഒരു സാമാന്യ ബുദ്ധിക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ലേ. സ്വപ്നം കണ്ടു കിനാവ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വർഷങ്ങൾ 10-12 വർഷം കഴിഞ്ഞിട്ടാണോ വരുന്നത്? നിങ്ങൾ പോലും അയാളെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. എനിക്ക് അയാളായിട്ട് എന്ത് പരിചയമാണ്? എനിക്ക് അത് ജനുവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാർത്ത ചെയ്യും. അല്ല, എൻ്റെ പേര് പറഞ്ഞ് ജെയിംസ് എന്താണ്, ഞാൻ എന്നോടൊന്ന് ഭയങ്കര സുപരിചിതനായ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് എന്താണ് അയാളായിട്ട് എന്ത് പരിചയമാണ്? എനിക്ക് അയാളായിട്ട് ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങളുടെ കുടുംബകഥകളടക്കം എല്ലാം ഗ്രഹിച്ചതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പടച്ച് പുറത്തേക്ക് വിടുന്നവരൊന്നും നിങ്ങളത് നിയമപരമായിട്ട് നേരിടാനേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ നിയമപരമായിട്ട് നേരിടുക. അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ അപ്പനും അമ്മയ്ക്കും അതിനകത്ത് റോളെന്നുള്ള രീതിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേദനയേക്കാൾ ഏറെ വേദനയായിട്ട് ഇന്നിപ്പോ ജീവിച്ചു പോവുക. ജനങ്ങൾ മൊത്തം വിചാരിച്ചിരിക്കുന്നത് കുട്ടിന്റെ ഉപ്പാക്ക് ഇതിനെ ഒരു താല്പര്യം ഇല്ല, എന്താന്നറിയാതെ കുട്ടിന്റെ വീട്ടുകാർക്ക് ഒന്നിനും ഒരു ഇതില്ല എന്നുള്ളതാണ്. പക്ഷേ ഫാത്തിമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിങ്ങളെ മോശം പറഞ്ഞുകൊണ്ട് എന്നുമല്ല തുടങ്ങിയത്. അതന്നെ ഇപ്പം തൊട്ടനെ എനിക്ക് അങ്ങനെയുള്ള ആളുകൾ കുട്ടി പോയിട്ട് ഇത്ര പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല വേദന. ഫാത്തിമ, ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് ഭക്ഷണം കഴിക്കാതിരിക്കുവോ, നിങ്ങൾ സമാധാനം ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ദഹിച്ച് ഉരുകി തീർന്നാൽ ആർക്ക് പോയി? ഇനി എത്ര മക്കളാണുള്ളത് നിങ്ങൾക്ക്? എനിക്ക് ഇപ്പൊ 4 മക്കളുണ്ട്. 4 കുഞ്ഞുങ്ങളുണ്ട്. ഇനി അവരുടെ കാര്യം ആര് നോക്കും? സ്കൂളിൽ പഠിക്കുന്നവരും അവര് കുഞ്ഞു പൈതങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ നിങ്ങൾ ഇനി അവരുടെ ഭാവിയല്ലേ നോക്കേണ്ടത്. ഈ വെളിവില്ലായ്മത്വന്മാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നതിനെ നമ്മൾ നിയമപരമായിട്ട് നേരിടുക. അല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെയും തകർച്ചയാലും നിങ്ങളൊരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായ ആർക്ക് പോയി? ആത്മഹത്യൊന്നും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അതിലും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം ഇതെല്ലാം തെളിയുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സത്യം എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുക ഞാൻ. ആ ഒരു വിശ്വാസത്തിലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ നീങ്ങുന്നതിന് എനിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, എല്ലാം നിയമപരമായിട്ട് മാത്രം നീങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കണം? ആ കുഞ്ഞുങ്ങളുടെ ഭാവി, അതിൻ്റെ അതുങ്ങളുടെ പഠിപ്പും കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? അതെല്ലാം ഈ മനുഷ്യന് ഈ കൂലി വേല ചെയ്യുന്നതിലല്ല ഈ കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം കൂടെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഈ അസംബന്ധങ്ങൾ വിളമ്പുന്ന ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ജൈവ് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വല്ലാതെ സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനാവുന്നില്ല. സുഹൈലിനൊന്നും നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. ഈ പറഞ്ഞവൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അവനിൽ നിന്നും കുറച്ച് പഠിക്കാൻ അവൻ പറയുന്ന വർത്താനങ്ങളൊക്കെ. അല്ലാണ്ട് ഞാനെന്താ നിങ്ങളോട് പറയണ്ടത്? സുഹൈൽ ജെനുവനായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് അത് ജെനുവനായിട്ട് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. ഇവനൊക്കെ കളി അറിയാവുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നല്ലത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക കുഞ്ഞിനെ കുറിച്ചുള്ളത്. മറ്റുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലീഗലായിട്ട് നീങ്ങാന്ന് മാത്രം എനിക്ക് പറയാം. ഇനി എനിക്ക് നിയമപരമായിട്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ വല്ലാത്ത സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, എനിക്കൊന്നും തോന്നുന്നില്ല. വീട്ടിലിങ്ങനെ
എന്തെന്ന് പറയണ്ടേ, എന്തോ ഒരു മരവിച്ച പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഒരു വശം ചിന്തിക്കുമ്പോഴും എന്റെ മോള്, മറുവശം ചിന്തിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന വാക്കുകള്, പിന്നെ നോക്കുമ്പോ ഓരോ യൂട്യൂബിൽ വന്ന് ഓരോരുത്തർ പറയുന്നത്, ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ തല കറങ്ങാണ്. എന്താന്ന് വെച്ചാല് സ്വന്തം വീട്ടുകാരെ പോലെ നല്ല രീതിയിൽ ഞാൻ എന്റെ എല്ലാ കഥകളും പിന്നെ എന്റെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇപ്പോഴെടുത്തിട്ടാണ് അതൊക്കെ പറയുന്നത്. എന്റെ എനിക്ക് അത് കേട്ടപ്പോ എനിക്ക് എന്താ പോലെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനയ്ക്ക് ആശ്വാസമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ പറയാണ്, ഞാൻ കൊണ്ടുവരാം, ഇല്ല ഇതൊക്കെ പറയുന്നുണ്ട്, ഇന്ന് കൊണ്ടുവരാം, നാളെ കൊണ്ടുവരാം, മറ്റന്നാൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കുറേ നാളായാലും ഇത് ഓരോന്ന് ഇയാൾ പറയുന്നു, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുവരും, അല്ല ഇന്നടുത്ത് കൊച്ചുണ്ട്, ഞങ്ങൾ അതിന്റെ വക്കത്തെത്തി, ഇതാ കൊണ്ടുവരും, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇയാൾ. എന്നിട്ട് കുഞ്ഞെവിടെ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഫറുകളും വാഗ്ദാനങ്ങളുമായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ ആദ്യം കണ്ണുടച്ചൊന്ന് ഇനി വരുന്ന ആളുകൾ നിങ്ങൾ ഇനിയും അപകട സൂചനയിൽ നിങ്ങൾ കാണും. പക്ഷെ ഇതിന് മുമ്പ് വന്ന ഇയാളെ പോലുള്ള ആളുകളെ നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിച്ച് വാ തുറന്ന് മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിച്ചു പോയി. അതാണ് ഇപ്പോൾ ഇവരതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്കെതിരെ എടുത്ത് പെരുമാറുകയാണ്. അത് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ വിഷമൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ നമസ്കാരം. സുഹേലേ, നിങ്ങൾ അതിലേക്ക് വീണുപോയത് അത് ആ ഉമ്മേനെ സംബന്ധിച്ചുള്ള അവരത് വാ തുറന്ന് സംസാരിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അവർ വേദനയിലിരിക്കുന്ന സ്ത്രീയല്ലേ, അവർക്കൊരു കുഞ്ഞിനെ കിട്ടും, ഒരു പ്രതീക്ഷയുടെ നാമ്പ് കിട്ടുമ്പോൾ അവർ വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവും. അതിനെന്താ? അതാവും പുറത്തു വിടുന്നതിന് നിങ്ങൾക്ക് എന്താ? അവൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെന്ന്. അല്ല, ഇന്ന് വന്ന വീഡിയോയിൽ വന്ന വോയിസ് എന്ന് വെച്ചാല് ഞാൻ റെക്കോർഡ് ചെയ്തില്ല, ഞാൻ വിളിച്ച വ്യക്തി റെക്കോർഡ് ചെയ്തില്ല. അയാളെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ആർക്കും അയച്ചു കൊടുത്തില്ല, എന്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ആർക്കും അയച്ചു കൊടുത്തില്ല, റെക്കോർഡും ഇല്ല, രണ്ടാളും റെക്കോർഡില്ല. പിന്നെ ഇവനെങ്ങനെ ഈ ഇത് കിട്ടിയത്? ഹാക്ക് ചെയ്തിട്ടുണ്ടാവും, എന്താ സംഭവം? സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ കേരളത്തിലെ നിയമ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു വൺ ലൈൻ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും. അപ്പൊ ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു SIT ഉണ്ട്. അപ്പൊ ഇതൊക്കെയുള്ള നിലയ്ക്ക് നമ്മളായിട്ടുള്ള ഇതിനകത്തൊരു കമന്റ്സോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ പറയാ, നഷ്ടപ്പെട്ട നിങ്ങൾക്കാണ്. മുറിവേൽക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമന്റുകളായി പറയുമ്പോൾ പോലും മുറിവേൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ, തർക്കമൊന്നുമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, എത്ര ആയാലും നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ നേരെ പോലീസിന് എടുത്തില്ല. നിങ്ങൾ അടുത്ത പരാതി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അതല്ലാതെ ഇവനൊന്നും മറുപടി കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ പരമ ഫ്രോഡാണെന്നുള്ളത്, അവൻ വിദ്വാനാണ് എന്നുള്ളത് നിങ്ങൾക്ക് വൈകിയ വേളയിലെങ്കിലും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, അല്ലാണ്ട് എന്താണ്. സുഹേല, നമുക്ക് പിന്നീട് സംസാരിക്കാം. സുഹേല പ്ലീസ്. ഞാൻ നിയമപരമായിട്ട് പോയിക്കോളാം. അപ്പോൾ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ എൻ്റെ വൈഫിൻ്റെ എൻ്റെ ഒക്കെ വോയിസ് ഉള്ള ഒരു വീഡിയോ. ആ വോയിസ് ഒരു കോൾ റെക്കോർഡാണ്. ആ കോള് വിളിച്ച വ്യക്തിയോട് നമ്മൾ വിളിച്ചു ചോദിച്ചു, നമ്മളെ റെക്കോർഡ് നമ്മൾ വിളിച്ചതിൻ്റെ റെക്കോർഡ് നിങ്ങൾ എങ്ങനെയാണെന്ന് അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല, ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല, അതിൻ്റെ ബേസിൽ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. നിങ്ങൾ അയച്ചു കൊടുത്തു, ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇവിടെ അയച്ചു കൊടുത്തില്ല, ഇവിടെ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ അവനെങ്ങനെ കിട്ടി? എൻ്റെ ഫോൺ എന്തോ ചെയ്തിരുന്ന എനിക്ക് ഉറപ്പായി. വ്യക്തിപരമായ എന്തൊക്കെയോ എൻ്റെ ലീക്ക് ആക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ ഇത് കിട്ടി? പിന്നെ ഇവളെ സമ്മതമില്ലാതെ ഇവളെ വോയിസ് എങ്ങനെയാണ് അവൻ ആ വീഡിയോയിൽ ചെയ്തത്? എന്തായാലും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒന്ന്, പിന്നെ നമ്മൾ പറഞ്ഞതൊന്നും കള്ളത്തരല്ല, സത്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറയണ്ടേ, ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിയോട് തെറ്റാനുള്ള കാരണം എന്താണെന്ന് പോലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് തെളിവ് കൊണ്ടുവരാണെന്നതിൻ്റെ കാരണം വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഓനെ എപ്പോഴോ ഉള്ള നല്ല രീതിക്ക് നിൽക്കുന്ന സമയത്തുള്ള വോയിസുകൾ ഇപ്പോൾ അവസരത്തിനൊത്ത് എടുത്തിട്ട് പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സംഭവം എന്തായാലും ഓൻ നല്ലോണം പഠിച്ച കള്ളാന്ന് മനസ്സിലായി. അതിനുശേഷം ഈ വോയിസ് ഇട്ടതിൻ്റെയും ഇപ്പോൾ രണ്ടാമത് ഈ വോയിസ് ഇട്ടതിൻ്റെയും അത് നമ്മൾ TV9 ചാനലിൽ അവരത് കാണാൻ വേണ്ടി ഇതാക്കി, അത് കണ്ടിട്ട് അതിൻ്റെ ഒരു ഇതും വിട്ടിട്ടുണ്ട്. ആ വോയിസ് ഞങ്ങൾ കേൾപ്പിച്ചുതരാം. അതും കൂടി കേൾക്കണം, എന്നിട്ട് പറയാം. ഞാൻ വോയിസ് കേട്ടു. അതായത് നിങ്ങളുടെ ഭാര്യ സംസാരിച്ചത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആ സ്ത്രീ സംസാരിച്ച ആ വോയിസ്, അത് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട സമയത്ത് ആദ്യം നിങ്ങളോട് സ്മൂത്തായിട്ട് സംസാരിച്ച ശബ്ദമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് സംസാരിക്കുമല്ലോ. നിങ്ങൾ അവനെ വിശ്വസിച്ച് നിങ്ങളുടെ ഭാര്യ അവനോട് സംസാരിച്ചതൊക്കെ അവൻ ഈ കാലങ്ങൾക്ക് ശേഷം ഈ വർഷം ഒന്നോട്ടായിരുന്നല്ലോ നിങ്ങളോട് പരിചയപ്പെട്ടിട്ട്, എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇപ്പൊ ആ ശബ്ദം തെളിവാണ്. ഇതെന്ത് തെളിവാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. എന്തിന്റെ തെളിവാണത്?
എന്ത് തെളിവാണ് പുറത്തുവിട്ടേക്കുന്നത്? എന്ത് കൂടുതൽ വേണ്ടി ഇതെല്ലാം ഇന്ന് പുറത്തോടും നാളെ പുറത്തോടും മറ്റേ എന്താണ് എനിക്ക് എന്നെ പരിചയപ്പെട്ട എന്താണ് ഫാനിന്റെ പടം എന്താണ് പറഞ്ഞത്, എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് പുറത്തുവിടുന്നുള്ളൂ. ഏറ്റവും പുറത്തുവിടുന്നത് ആ കൊച്ചിന്റെ ഡീറ്റെയിൽ ഇല്ലേ പുറത്തുവിടുന്നവൻ അറിയാമെന്നുണ്ടെങ്കിൽ. ഇത് ഈ ഇത്ര കാലങ്ങളായിട്ട് ഇപ്പൊ ഒരു നാളെ വരുന്ന പറഞ്ഞിട്ട് ഈ ഓരോ ദിവസം ഓരോ വീഡിയോയിൽ ഒന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരോടല്ല അതിനിടയിൽ നിങ്ങളും പ്രാർത്ഥന വിശ്വാസമുള്ളവരല്ലേ ഈ സെയിം സാധനം പറഞ്ഞിട്ട് ജനത്തെ മുഴുവൻ കയ്യിലെടുത്ത് പക്ക ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്ന സമയത്ത് ഇതിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട വസ്തു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അന്ന് ഇവന്റെ ആക്ടിവിറ്റി, അന്ന് ഇവൻ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഈ കുഞ്ഞ് 10 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് അത് അന്വേഷിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും. കാരണം ഇത് നിസ്സാരമായിട്ട് വിടുന്ന ഒരു കേസ് അല്ല. കാരണം കുഞ്ഞിനെ എവിടെയാണ് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി യാതൊരു കുളവുമില്ലായിരിക്കാണ് നോക്കണം. അപ്പൊ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് ഈ നാട്ടിൽ ഈ കണ്ട പിള്ളേര് എത്രയോ പേര് മിസ്സിംഗ് ഉണ്ട്, എത്രയോ പേര് കൊല ചെയ്യപ്പെടുന്നു, എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. അതിനൊന്നും പിന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റിനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെന്നോ അത് കണ്ടെത്താൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു അങ്ങനെയുള്ള സംഭവമൊന്നുമല്ലോ ആള്. അപ്പൊ ഇതിങ്ങനെ നിങ്ങളുടെ കുഞ്ഞിനെ മാത്രം ടാർഗറ്റ് ഇതിങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് കഥ എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്തു തരേണ്ട വിഷയം തന്നെയാണ്. വക്കീൽ പറഞ്ഞ കറക്റ്റാണ്. അവരെവിടെ ഉണ്ടെങ്കിലും ശരി അവരെ വരുത്തിച്ചിട്ട് അതിന്റെ നടപടിയിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത്. കാരണം അത്ര നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഭാര്യ സംസാരിച്ച ശബ്ദമെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ ഈ 1 വർഷം മുന്നേ ശബ്ദം ഇപ്പൊ വിടുക പറയുമ്പോൾ അതിനകത്ത് എന്ത് തെളിവൊന്നും മനസ്സിലാവില്ല. അതിനകത്ത് എന്ത് തെളിവ് എന്താ പറയുക, ആ സ്ത്രീ കണ്ണീരോടുകൂടി അല്ലെങ്കിൽ വിശ്വസിച്ച് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പം പഞ്ചായത്ത് പറഞ്ഞ അടുത്തുകൂടി കൊച്ചിനെ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ വൈഫ് കൊച്ചു എന്റെ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നുള്ള സ്വപ്നത്തിലായിരിക്കില്ല ആ സ്ത്രീ ആത്മാർത്ഥമായിട്ട് സംസാരിച്ച്. അത് പുറത്തുകൊണ്ട് തെളിവന്നു. അതെന്ത് തെളിവെന്ന് തന്തയിലേമെന്നല്ലേ എന്ന് പറയണേ? ഭയങ്കര മോശം പരിപാടിയില്ല അത്. അത് നിങ്ങൾ എനിക്കറിയില്ല ഇവനാണ് ജവാനാണ് കേട്ടോ. ഇവനെ നിങ്ങൾ എന്താ വെച്ചാൽ വേണ്ടതിൽ കൈകാര്യം ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ നീങ്ങാം. കാരണം എനിക്ക് വേറെ പറയാം, നിങ്ങൾ സ്റ്റേറ്റ് പോലീസിൽ നിങ്ങൾ ശക്തമായ രീതിയിൽ അടുത്ത നടപടികളിലേക്ക് പോകുന്നുള്ളത് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം എനിക്ക് ഓഫീസ് കിട്ടിയപ്പോൾ ഇത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയില്ല കാണിക്കണം. ആ സ്ത്രീ ആത്മാർത്ഥത്തോട് സംസാരിച്ച കുഞ്ഞിന്റെ എന്താ പറഞ്ഞത്, ആ സ്ത്രീ പറയുന്നുണ്ടോ എന്റെ ഭർത്താവാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് അല്ലെന്നുണ്ടെങ്കിൽ ഞാനോട് അറിഞ്ഞിട്ടാണ് കുഞ്ഞിനെ, അങ്ങനെ എന്തെങ്കിലും ആ സ്ത്രീ പറയുന്നുണ്ടോ? ആ സ്ത്രീ കണ്ണീരോട് കൂടിയിട്ട് അല്ലെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് അവനോട് സംസാരിക്കില്ലേ? അതിന്റെ ശബ്ദം ഇത് കാലങ്ങൾക്ക് ശേഷം പുറത്തു കൊടുത്ത് ഇവിടെ എന്തൊക്കെയാണ് പറയണത്, തെളിവുണ്ട്, എന്തെന്നാണ് ഇതിനൊക്കെ പറയണേ? നിങ്ങള് കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്കിപ്പോ ഇത് നമ്മൾ വിചാരിച്ചപ്പോ സിമ്പിൾ ഒന്നും അല്ല ഇത്. കാരണം എന്തോ സംതിങ് റോങ് എന്തോ അറിയാം ആൾക്ക്, എന്തോ അറിയാം, അത് ഷുവറാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിനൊന്നും പോകേണ്ട ഒരു ആവശ്യം ഒരാൾക്കില്ലല്ലോ. നാട്ടിൽ വേറെ പിള്ളേരില്ല മിസ്സിംഗ് ആയത്, അല്ലെന്നുണ്ടെങ്കിൽ അപകടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കേട്ടില്ലേ? ഇനി നിയമപരമായിട്ട് തന്നെ പോകും, നിയമപരമായിട്ട് തന്നെ പോകും. ഇവിടെ തന്നെ കൊടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ പല രീതിയിലും ഞാൻ വേണ്ടാന്ന് വെച്ച് വിട്ടതാണ്. എൻ്റെ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഞാൻ വേണ്ടാന്ന് വെച്ച് വിട്ടതാണ്. പക്ഷെങ്കിൽ ഓനെ എന്താ പറയണ്ട ചോദിച്ചു വാങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ 2-3 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഈ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നത് ഞാൻ ഒരു വ്യക്തിനെയും ഒരാളും ഞാൻ പറഞ്ഞിട്ടില്ല, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒരാളെ പേരെടുത്ത് പറഞ്ഞ ആ വ്യക്തിനെ പറഞ്ഞത് പല യൂട്യൂബേഴ്സും പല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ വന്നതിൻ്റെ പേരിൽ ഫസ്റ്റ് തന്നെ എനിക്ക് അയച്ച വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. എനിക്ക് എങ്ങനെ അയച്ചതെന്ന്. ഞാനവനെ പൊക്കി പറയാത്തതിൻ്റെ പേരിലാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഞാൻ ആ വോയിസ് വിട്ടതാ. അത് പറഞ്ഞ ആരും വിശ്വസിച്ചില്ല. ഞാൻ എന്റെ സ്വന്തം ബ്രദറായിട്ട് കുറിച്ച് വീഡിയോ ചെയ്യണോ? വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ആരും എനിക്കെതിരെ ഒരു വീഡിയോ വന്നില്ല. പിന്നെ വെറുതെ ഇതിനെ ഒരു ബൂസ്റ്റ് സൈറ്റിന്റെ വീഡിയോ വെച്ചിട്ടാണ്. കാത്തായിട്ട് എന്നാ ഞാൻ കണ്ടത് ഷോയില് ഇന്ന് വരെ ആണോ അല്ലേ പറ. ഓളോട് ചോദിച്ചത് എന്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്തൊരു സ്നേഹത്തിലാണ് ഇന്നലെ വരെ നിന്നത്. എന്റെ തെറ്റിദ്ധാരണല്ലടാ, ഒരുപാട് ആൾക്കാർ എനിക്ക് നോക്കിയത് തലങ്ങും പലങ്ങും വിളിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, ഓരോരുത്തർ മെസ്സേജ് ഇട്ടിട്ട്. അപ്പൊ ഞാനോട് എന്താ പറഞ്ഞേ, ഒരു വോയിസ്, അതായത് ഇപ്പൊ വോയിസ് വീഡിയോ ഇട്ടു. ഞാൻ യൂട്യൂബർമാരെന്ന് ഉദ്ദേശിച്ചത് ജുനൈദിനല്ല, എന്റെ പരിപാടിയാണ്. ഞാൻ യൂട്യൂബിലൊന്നും വരുന്നില്ല. എനിക്കറിയാം ഞാൻ വന്നിട്ട് എത്രയോ ആയിരുന്നു. എനിക്കൊരു താല്പര്യമില്ല സ്വയല്ല. ഞാൻ എന്റെ ലോണും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് അതിന്റെ പിന്നാലെ ഞാൻ ഓടി നടക്കെടുക്കും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ടെൻഷൻ തലയ്ക്ക് വന്നു. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കറിയാം ഞാനൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ. ഞാൻ എന്താ മേലെ പറഞ്ഞത്, സ്വയം ഓരോ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് എന്റെ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും. നമ്മളെത്ര കൊല്ലമായിട്ട് ഒരു വാക്കുകൊണ്ട് പോലെങ്കിൽ അങ്ങോട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മള്.
ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്? യൂട്യൂബർമാരെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തല്ലോ. ജുനൈദിന്റെ പേരെടുത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല. പക്ഷെ അവൻ പറയണ്ട, അവന് തോന്നുന്നേ, കാരണം വെച്ചാൽ അവനെ കുറിച്ച് പൊക്കി പറയാൻ വേണ്ടി പറയുന്നത്. യൂട്യൂബർമാരെന്ന് പറയുന്നതിൽ ഞാനും പെട്ടില്ലേ. അപ്പോൾ ഈ പറയുന്നതിൽ ഞാനില്ല എന്നൊരു വോയിസ് നീ വിട്ടാൽ മതി എന്നാണ് എൻ്റെ പ്രശ്നം തീർന്നത്. ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് യൂട്യൂബേഴ്സ് കുറെ കൂൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞ ചാനലെല്ലാം എടുത്തു നോക്കുക. നിങ്ങൾക്ക് കാണും ദിയ ഫാത്തിമന്റെ കേസായിട്ട് പറഞ്ഞ എന്തൊക്കെ എഴുതി വിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനെതിരെ പറഞ്ഞപ്പോൾ ഇവന് ഇതായിട്ടാണ് പറഞ്ഞത്. രണ്ടാമത് ഞാൻ ചോദിച്ചു, നിനക്കെതിരെ എന്തെങ്കിലും വന്നില്ലെങ്കിൽ നീ പറയാന്ന് എന്നോട് കുറേ എനിക്ക് വീഡിയോ വോയിസ് വന്നിട്ടുണ്ട്, കോള് വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഒറ്റ സ്ക്രീൻഷോട്ട്, ഒരു കമന്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് തന്നിട്ടുള്ളൂ. അതാണ് ഈ കമന്റ്, വേറൊന്നുമില്ല. ഈ ഒരു കമന്റ് മാത്രം എനിക്ക് തന്നത്, വേറൊന്നും തന്നില്ല. അതിലും പറയുന്നത് ജുനൈദ് എന്നൊരു ദൈവം ആ കുട്ടിയെ കണ്ടെത്തി, ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ മതി. ഇന്ന് 2 വർഷമായി പറയുന്നു. കുറെ പെണ്ണുങ്ങൾ അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവ്യൂസ് ഇല്ലാത്ത കുറെ ഉണക്ക ചാനലാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവനും ഇല്ല, ആ പെണ്ണുങ്ങളും ഇല്ല. ആ ഒരു കമന്റ് വന്നതിനാണ് ഓന് പിന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ. ഒരുപാട് കമന്റ് എനിക്ക് അയച്ചതിന്, ഒരുപാട് കോൾ എനിക്ക് അയച്ചത്, ഒന്നും അയച്ചതിന് ഈ ഒരു സംഭവം അയച്ചതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ കുറേ സംസാരിച്ചു, നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ചൊക്കെ നല്ല രീതിക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്നെ കുറിച്ച് ആരും ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഒരു വീഡിയോ ചെയ്തിട്ടില്ല, എന്നെ കുറിച്ച് ആരും വീഡിയോ ചെയ്തിട്ടില്ല. കമന്റ് ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ പറയാലോ, അതൊക്കെ കൂടി സാറല്ലടാ. ഓക്കെ ഞാനും എന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോ ഈ ആൾക്കാരൊക്കെ വരും. എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല, ഞാൻ ആരോ കരിപ്പ് കയറ്റി വിട്ടാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോയി. സാറില്ല, അവർ മനുഷ്യനറിയാവും പൈസയും കാര്യങ്ങളും ഇല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാവും. ഞാൻ അവരോട് പറഞ്ഞ വണ്ടി എന്തെങ്കിലും എടുക്കണം. ഇപ്പൊ ഞാൻ വിചാരിച്ച ഓട്ടോറിക്ഷ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള ആളാണോ എന്താന്നുള്ളതൊക്കെ ഒന്ന് പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി തരാം ഇൻഷാല്ലാ. ഞാൻ ഓന് തെറ്റ് ആ സമയത്ത് ഓന് മനസ്സിലായി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് മനസ്സിലായി. എന്നോട് മാപ്പ് സോറി എനിക്ക് തെറ്റിദ്ധാരണ എന്നെല്ലാം പറഞ്ഞ ആ വ്യക്തി എനിക്ക് ഒരു ഓഫറും കൂടി തന്നു. നിനക്ക് ഓട്ടോറിക്ഷ ഞാൻ എൻ്റെ വക എടുത്തരാം, ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വോയിസ് ഒക്കെ ഉണ്ട്, ഞാൻ കേൾപ്പിക്കാൻ താല്പര്യമില്ല. കാരണം ഓൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു അത് കഴിഞ്ഞിട്ട് എല്ലാം ഒത്തുതീർപ്പാക്കി സോൾവ് ആക്കിയതിന് ശേഷമാണ് ഓന് എന്താ പറയണ്ടേ പിന്നെ ഒരുപാട് വോയിസ് എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിട്ടിട്ട് രാത്രി വിട്ടിട്ട് ഞാനത് കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ കണ്ടപ്പോൾ ഞാനത് ചോദിച്ചതിനെതിരെ പിന്നെ ഓനെ ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം പറഞ്ഞത്. ഓൻ്റെ എല്ലാം ഓൻ അയച്ച നല്ല കാര്യങ്ങൾ, അതായത് ഓന് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഓൻ അയച്ച നല്ല കാര്യങ്ങൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് ആക്കിക്കളയാണ് ഓൻ്റെ മെയിൻ പരിപാടി. അതിന്നും നമ്മൾ ഒന്നും ഡിലീറ്റ് ആക്കിയില്ല ഇന്ന് വരെ. ഒരിതും നമ്മൾ ഇന്നുവരെ ഡിലീറ്റ് ആക്കിയില്ല. ഓൻ്റെ എല്ലാം ഡിലീറ്റാണ്. ഓനെ അങ്ങനെ കള്ളത്തരം പറഞ്ഞ ഒക്കെ ഡിലീറ്റാണ്. ഓന് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓൻ ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി മൊത്തം ഡിലീറ്റ് ആക്കുക. ഇതാണ് ഓൻ്റെ പരിപാടി. നമ്മളൊരു സംഭവം ഡിലീറ്റ് ആക്കിയില്ല, ഒരു സംഭവം നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ആക്കിയില്ല. ഡിലീറ്റ് ആക്കില്ല, ഫുള്ള് പറയും. ഓൻ പറയാനുള്ള എല്ലാം പറയും, എന്നിട്ട് ഇതെല്ലാം ഡിലീറ്റാണ്. പക്ഷെ നമ്മളൊന്നും ഇന്നും ഡിലീറ്റ് ആക്കിയില്ല, എല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ ഓൻ ഡിലീറ്റ് ആക്കിയില്ല. ഒന്നും രണ്ടൊന്നുമില്ലടാ. ഓന് പറയാനുള്ളതൊക്കെ ഓൻ പറഞ്ഞിട്ട് ബാക്കി മൊത്തം ഓൻ്റെ നല്ലതെല്ലാം അവിടെ വെക്കും. ഓൻ നല്ല രീതിക്ക് പറയുന്നതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ആക്കിക്കള. ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി. നല്ലതൊക്കെ അവിടെ വെക്കുക, ബാക്കിയെല്ലാം ഡിലീറ്റ് ആക്കുക. നമുക്ക് തെളിവിൻ്റെ അങ്ങനത്തെ മടി കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പേടിയില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഓൻ ആവശ്യത്തിനടുത്ത് മിസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ കള്ളത്തരം പറയുന്നതല്ല. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. നമ്മൾ ആരും നിങ്ങളിനി എന്നെ എന്ത് പറയുന്നത് എനിക്ക് വിഷയമല്ല. എൻ്റെ വൈഫ് ഇത്രയാണോ എന്നെക്കുറിച്ച് ഓക്കെ എന്നെ നന്നായിട്ട് അറിയാം. ഇത്ര നാൾ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വരണമെന്ന് വെച്ചാൽ ഇത്ര നാൾ ഒന്നും പറയാതിരുന്നേ. ഞാന് പിന്നെന്താണ് ഇത്രയും നാളും വരാണെന്ന് ഒരു പ്രശ്നം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചാല് ഉപകാരം ചെയ്തിട്ടുണ്ട്, അത് ഒരിക്കലും ഞാൻ മറക്കൂല, ഞങ്ങൾ മറക്കൂല. അത് ഒരു മിനിറ്റ്, ഉപകാരം ചെയ്തെന്ന് നമ്മൾ മറന്നിട്ടുമില്ല. ഉപകാരം ചെയ്ത എല്ലാ കാര്യങ്ങളും സ്ക്രീൻഷോട്ട് അടക്കം ഫസ്റ്റത്തെ വീഡിയോ 2ാമത്തെ വീഡിയോ മുതലേ ഓൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാതിരുന്നിട്ടില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറയാതിരുന്നിട്ടില്ല. നല്ലത് തന്നെ പറയൂ. പക്ഷെ കുടുംബത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റിയതിന് ശേഷമാണ് എൻ്റെ കുറിച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ
കുട്ടിനെ ഇതിൻ്റെ ആക്കിയതിൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞതും എൻ്റെ കുടുംബത്തിനെതിരെ ബോംബ് പൊട്ടിക്കുന്നവർ 10-20 മിനിറ്റ് സംസാരിച്ച വോയിസിൽ ഒരു മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതാണെങ്കിൽ കണ്ടിന്യൂ 10 മിനിറ്റ് വരെ അത് പറയില്ല. വായി തോന്നുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നിർത്തി പിന്നെ വിട്ട് ദേഷ്യത്തിൽ പറയുന്നത്. 10 മിനിറ്റോളം ഒരു മനുഷ്യൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയാ, ബോംബ് പൊട്ടിക്കാണ്ടെന്ന് പറയാ. അത് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് കേൾപ്പിക്കാൻ താല്പര്യമില്ല. വേണേ ഞാൻ കേൾപ്പിച്ചു തരും. പക്ഷെ അതിൽ വളരെ മോശമായിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റുന്നതിന് മുന്നേ ഉള്ള കാര്യം അത്. ആ വോയിസ് അപ്പോൾ എത്രത്തോളം നമ്മളുണ്ടെന്ന് മനസ്സിലായില്ലേ, എത്രത്തോളം ദേഷ്യം നമ്മളുണ്ടെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഓനോട് മാറി നിന്നത്. അപ്പോൾ ഓനെ പല രീതിക്ക് നമ്മളെല്ലാം അറിയുന്നതുകൊണ്ട് നമ്മളെ എന്താ പറയണ്ടേ, ഇതൊക്കെ നിയമപരമായിട്ട് തന്നെ ഞാൻ പോകും. ഇൻഷാ അല്ലാഹ് നിയമപരമായിട്ട് തന്നെ ഞാൻ പോകും. അതിലൊന്നും ഒരു വിഷയമില്ല. പിന്നെ ഒരു കുട്ടി പോയിട്ട് 10 വർഷമായി സഹിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമൊന്നുമല്ല. ഇനി ഇന്ന് സത്യമായിട്ട് അതെ, ഇന്ന് ഞാൻ ടെൻഷൻ അടിച്ച് എനിക്ക് എന്തെല്ലോ ആയി. എനിക്ക് 4 മക്കളുണ്ട്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് വല്ലാത്ത വേദന ഉണ്ട്. ഇന്ന് ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇന്ന് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ വോയിസ് ഇത് പുറത്തിടുക, അതെനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് എന്റെ അനുവാദം അല്ലാതെ വോയിസ് ഇടാൻ പാടില്ല. ഇന്നത്തെ ഇതിൽ അവൻ പറയണത് നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്ത വ്യക്തിയാണ്. എന്താ നീ പറഞ്ഞതെന്ന് പറഞ്ഞ മനസ്സിലാക്കട്ടെ. ഓന്റെ വായി തോന്നി അവൻ വിളിച്ചു പറയാ നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്തെന്നാ പറഞ്ഞവന്. അതൊന്ന് പറഞ്ഞു കൊടുത്ത എന്താ സംഭവം. ഞാൻ എൻ്റെ പേരിൽ കേസ് കൊടുത്ത അന്ന് ഞാൻ പറഞ്ഞത് അത്രത്തോളം ദേഷ്യം കൂടുതലുള്ള വ്യക്തിയാണ്. എന്റെ പേരില് കേസ് കൊടുക്കാൻ ഈ ജുനൈദിന്റെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടായി എന്റെ കുടുംബത്തില് നമ്മളെ മൊത്തത്തിൽ നാണം കെടുത്തി അങ്ങനത്തെ ഒരു ഇതായപ്പോ ഓനെതിരെ കേസ് കൊടുത്തിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഫാത്തിമ ഇങ്ങനെ സംഭവം ഉണ്ട്, എന്നെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പോ മോശമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന, അപ്പൊ നീ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാറില്ല നല്ല ഇതല്ലേ, അപ്പൊ ഓനെ അങ്ങനെ ആക്കണ്ട അതെന്നു പറഞ്ഞപ്പോ ഞാൻ ഓളോട് പറഞ്ഞത് നിനക്കെതിരെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം എന്നെ നമ്മുടെ കുടുംബത്തിന് ഇത്രത്തോളം താഴ്ത്തി കിട്ടിയതിന്റെ പേരിൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള വോയിസ് എല്ലാം അടക്കം തെളിവുകൾ കിട്ടിയിട്ടും വരാത്തതിന്റെ പേരിൽ നിനക്കെതിരെയും കൊടുക്കുന്നു പറഞ്ഞ ആ കാര്യം ഇവള് വെറുതെ അവനോട് പറഞ്ഞു എനക്കെതിരെ കേസ് കൊടുക്കും അങ്ങനത്തെ ഒരു ഇരളെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്നും അവനോട് വീഡിയോ പറയുന്നുണ്ട് ഞാൻ ഇവക്കെതിരെ കേസ് കൊടുക്കും. നിനക്ക് എന്ത് തെളിവാണുള്ളേ? വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് കുടുംബം തെറ്റിക്കുന്ന പരിപാടിയാക്കാൻ നിൽക്കുക. കാര്യം പറയുന്നത് എന്നാ നിനക്ക് പറയാനുള്ള നീ പറഞ്ഞോ? എൻ്റെ എനിക്ക് 4 മക്കളുണ്ട്. ഞാൻ ആ മക്കളെ കൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ഞാൻ കുറേ ആലോചിച്ച് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ദുഃഖം സഹിച്ച് ഇവിടെ ഇങ്ങനെ നീറി പുകഞ്ഞു നിൽക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ആളിക്കത്തലുമായി. നമ്മള് സ്ക്രിപ്റ്റോ എഴുതി വെച്ചിട്ട് പറയുന്നല്ല, ഉള്ള കാര്യം മനസ്സെന്ന് പറയുന്നത്. അപ്പൊ തെറ്റും കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലാണ്ട് കള്ളത്തരായിട്ട് എഴുതി വെച്ചിട്ടൊന്നും പറയുന്ന സംഭവം. ഞാൻ വീഡിയോയുടെ മുന്നിൽ വരണമെന്ന് വിചാരിച്ചില്ല. ഇന്ന് എനിക്ക് അത്രക്ക് വേദനയുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞാൻ എന്തെന്ന് പറയണ്ടേ, എന്തോ ഷോക്കായ പോലെയായിരുന്നു. ജനങ്ങൾ എന്തൊക്കെ ചിന്തിക്കും? ദൈവമോളെ ഉമ്മാനിപ്പാൻ അറിയാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാം. 8 കൊല്ലം ഒറ്റക്ക് ഓടിയിട്ട് 2 കൊല്ലം ഒരാടെ ഇരുന്നിട്ട് ഇതൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് വോയിസ് അയച്ചു. എന്റെ കുട്ടിനെ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തില് എല്ലാ കാര്യം പറഞ്ഞു പോയി. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. തെറ്റൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്ര നാളും ഇവിടെ ഒന്നിനും നിന്നിട്ടില്ല. നിന്നെ നല്ല നീ ഉണ്ടാക്കുന്ന ഒരു പരിപാടി മനസ്സിലാവായിട്ട് നല്ല വൃത്തിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് എന്നെ നല്ല മോശമാക്കിയിട്ട് പറഞ്ഞിട്ട് ഓളെ പൊക്കി പറയുമ്പോൾ നിനക്കത് സപ്പോർട്ട് കിട്ടുന്നത് നിനക്ക് നന്നാ അറിയുന്നുണ്ട്. നീ ഓളെ നല്ല പക്ഷെങ്കിൽ അത് നിയമപരമായിട്ട് നീ നാട്ടിൽ എന്തായാലും ഒന്നിക്ക് നീ ഈ സംഭവം അടുത്ത് പെട്ടെന്ന് തന്നെ നീ അറിയും എന്താ സംഭവം. ഒന്നിക്ക് നാട്ടിൽ നീ വരേണ്ടി വരും, അല്ലെങ്കിൽ നീ നാട്ടിൽ വന്നാൽ ഇനി ഒന്ന് പോകുന്നതാണ് നമുക്ക്. ഇത് തീരുമാനമാക്കിയിട്ട് ഇനി പോവുള്ളൂ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തെളിവ്, അതായത് എൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞ തെളിവ് ഞാൻ ഒന്ന് സ്പീഡ് വെച്ചിട്ട് നിങ്ങൾ കേൾപ്പിച്ചുതരാം. കാരണം ലെങ്ത് ആവുന്നതുകൊണ്ടാണ്. അതൊന്ന് കേട്ടോ ജസ്റ്റ്. എൻ്റെ കുടുംബത്തിന് ഒരു ദേഷ്യം വന്നപ്പോൾ ആ ഒരു വോയിസ് അത് ഞാൻ പറഞ്ഞു പോയത്. അതായത് അങ്ങനെ അത് ദേഷ്യം പിടിക്കും പറഞ്ഞ സിമ്പിളാക്കി ഒഴിവാക്കുന്ന കേസ് കേട്ട് എൻ്റെ കുടുംബത്തിനെ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദിയാമോളെ വീട്ടിൽ തെളിവുണ്ടെന്ന് പറഞ്ഞത്, വീട്ടിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു, തെളിയിക്കണം. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയണ്ടേ,
കുട്ടീൻ്റെ ഉപ്പ അവനോട് പോയി പണി നോക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ കുടുംബത്തിനെതിരെ വ്യക്തമായിട്ടൊരു ബോംബ് ഓൻ ആ ബോംബ് പൊട്ടിച്ച് നമ്മളെ കുടുംബം ഇല്ല എന്നാ പറഞ്ഞത്. അതൊന്ന് തെളിയിച്ചിട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഓനെ വിടാത്തത്. ഓനെ ഒരിക്കലും വിടൂല. ഓൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ അങ്ങ് ഒഴിവാക്കി പോകുന്നത്? ഒരിക്കലും വിടൂല. അത് തെളിയിക്കാൻ ഓനെ വിടൂല. ആ ഒരു കാരണത്തിൽ തന്നെ ഓനെ പിടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ, സ്പീഡാക്കിയിട്ടാണ് കേൾപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലും മനസ്സിലാവും. എന്ത് വന്നാലും ശരി ഞാനത് വിടില്ല. ഞാൻ എനിക്കിപ്പോ വേറെ എന്തെങ്കിലും വയ്യോ ചെയ്യാമെന്ന് നിങ്ങൾ മാത്രം വയ്യല്ലോ. അപ്പൊ ഞാൻ വിട്ടണോ ഇല്ലേന്ന് മാത്രം ഇട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണ് അപ്പൊ നിങ്ങൾ അന്വേഷണം സത്യം പറഞ്ഞു അന്വേഷിക്കേണ്ട പോയിട്ടുണ്ട്. അതോടെ ഏൽപ്പിച്ചതല്ലേ, അതങ്ങനെ ഒരാളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ വിട്ടാലും അവരെ അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ കുട്ടികൾ അവരോട് അല്ല അത് അന്വേഷിച്ചിട്ട് അത് ആ രീതിക്ക് തന്നെ പോട്ടെ. വിട്ടില്ല അത് എനിക്ക് പോയാൽ പിന്നെ സുഹയിൽ വന്നിട്ടുണ്ട്. സുഹയിൽ എന്ത് മണ്ണാകട്ടെ എന്ത് ചെയ്യാൻ എന്ത് പറയുന്നത് അതൊന്നല്ല. ഇവനായിട്ട് ഇങ്ങനെ ഈ ദന്യാന്നുള്ളൊരു പ്രശ്നത്തെ ആൾക്കാരെ വിളിച്ചു കളി അതേപോലെ അതിന്റെ കൂടെ വിശ്വസിക്കണം കൂടെ ഒന്നൊന്നായിട്ട് വിളിച്ചു കണ്ട് പിന്നെ അത് ഒക്കെ ബിസിനസ്സുകാർ കണ്ടിട്ട് ആക്കിയിട്ടാണ്. അത് എനിക്ക് മനസ്സിലായി. അതൊക്കെ കാണുമ്പോൾ ഇത്ര വിഷമം. അതാണ് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത്. ഒരു വിഷമം പറഞ്ഞത് എല്ലാവരും ഓരോ ചെയ്തു. ഞാൻ എന്റെ വീഡിയോ ചെയ്തത് എന്നോ കൂടി കെട്ടിപ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒറ്റ വീഡിയോ ഞാൻ ബന്ധങ്ങൾ ചെയ്താൽ മതി. തീർന്നല്ലോ സ്വയം തീരും മറ്റൊക്കെ തീരും. ഞാനത് ഒന്നും കൂടി അതിനുള്ള കൂടി കിട്ടുന്നത് കിട്ടിയിട്ട് വരണം. അത്രയുള്ളൂ. എന്താണ് എനിക്ക് അറിയാൻ ഞാൻ കഴിക്കില്ല. സ്വയം ശരി 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 ഏതായാലും അങ്ങനത്തെ വെബ്സൈറ്റ് ഒരാൾ വിഷമിക്കരുത്. ഒരാൾ വന്നതാണ് ഞാൻ നല്ല രീതിക്ക് പോകാൻ എന്റെ മുന്നിൽ വന്ന ഒരാൾ. അതായത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വന്നത് ഇന്നാണ്. ഞാൻ പല ആളുകൾ ഏൽപ്പിച്ചിട്ട് പല പൈസ പോലെ ഞാൻ ഒട്ടും അതായത് ഒട്ടും സ്വന്തം പകരുന്ന കഴിച്ചാകുമ്പോൾ നിങ്ങൾ ജനുവിനാണത്. നിങ്ങൾ ജനുവിനായോടാണ് നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങാറ്. അതായത് ഞാൻ വിളിക്കണം നാളെ നമുക്ക് അങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറകട്ടി ഞാൻ വലിയ കഴിവെന്താണ് നിങ്ങൾ വിശ്വസിക്കാൻ. അപ്പൊ ആ വിശ്വാസമായി ഇപ്പൊ ബിസിനസ് വന്നു. അപ്പൊ ഞാൻ കാണിച്ച പൈസ തെറ്റായി ഇതാണ് ഞാൻ തീർത്ത് പറഞ്ഞു. അത് ഞാൻ സോറി ചോദിക്കുന്നത്. ഓക്കെ ഇത് തെറ്റായി. പിന്നെ ഞാൻ ഈ ഒരു വിഷയം ഒരുപാട് വിഷയങ്ങളായിട്ട് പക്ഷേ എനിക്ക് ചെറിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉമ്മയും വാപ്പയും എന്റെ വീട്ടിൽ നിന്ന് ജപ്തി ഇറങ്ങി. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വലിയൊരു പ്രശ്നമാണ്. അതിന്റെ ഉമ്മയും വാപ്പയും ജപ്തിക്കാരന്റെ കുട്ടികളോടെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ അത്രയും അപമാനമാണ്. എനിക്ക് അപ്പൊ അതിനും കൂടിയാണ് ഞാൻ ഓടിക്കളഞ്ഞ് നടക്കുന്ന ഒരു 2-3 മാസമായിട്ട് അത്രയും വിഷമം എന്റെ തലയിലുണ്ട്. അപ്പൊ പലരും വിളിക്കണം പലരും അതൊന്നും ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. സ്വയം വീട്ടിൽ ഞാൻ അവരുടെ പഴയ പോലെ ചിന്തിക്കാൻ കഴിയില്ല. മനസ്സിലാണോ? അത്ര വലിയ അവിടെ കട്ടിയാണ് ബാങ്കിലാണ് ഇപ്പൊ ബാങ്ക് പറയുന്നത് 30,502 രൂപ കിട്ടി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഇതാക്കി തരാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഞാൻ ചോദിക്കുന്നത് ആ രീതിക്ക് പോട്ടെ. ഒന്നും ഒരു വിഷയം ഞാനായി നിന്നാണ്ടല്ലോ ഞാനായി ചെയ്യാന്ന് ഞാൻ പറഞ്ഞ ഇത്ര ഞാൻ ചോദിക്കുന്നത് ഇത് സ്മൂത്തായിട്ട് പോയിക്കോട്ടെ. എനിക്ക് ഈ തലവേദന ഒന്നാമത് എനിക്ക് തിരക്കുള്ള സമയം. അപ്പൊ ഈ തലവേദന ഈ പ്രൊഡക്റ്റ് എന്താണ് ജോലി വെച്ചിട്ടുണ്ട്? അത് ബോംബ് പറഞ്ഞിട്ട് എന്താ സംഭവം? ഞാനിന്ന് ലോഡിന് പോകുന്നത്. അപ്പൊ നാളെ ഉറക്കും മറ്റന്നാൾ കഴിഞ്ഞ ഫ്രീ ആണ്. അപ്പൊ എനിക്ക് ഒരു ആകാംക്ഷ പറയുന്ന ഒരു സൂചന തന്നെ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇപ്പൊ ഈ മറ്റേ നമ്മളിപ്പോ സ്വൈന്റെ ഭാഗത്തോട് വീഴ്ച നീ പറഞ്ഞല്ലോ. ഹലോ കളിക്കുമ്പോ എന്തെങ്കിലും വോയിസോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാനൊരു നല്ല കാര്യം നിയന്ത്രിച്ചിട്ട് ഇറങ്ങിയ വ്യക്തിയാണ്. ഞാൻ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ശരീരത്തിൽ ചെയ്യും. ഞാൻ നാട്ടിലില്ലാത്തോണ്ടല്ലേ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ പക്ഷേ കുറച്ച് ബിസിനസ് ആയിക്കോട്ടെ ഞാൻ ശ്രമിച്ചു തെറ്റാണ് തെറ്റാണ് ഞാൻ ശ്രമിച്ചിട്ടൊന്നും നമ്മൾ തമ്മിൽ പറഞ്ഞിട്ട് നമ്മൾ തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ അന്വേഷിക്കാൻ കുട്ടി നമ്മളാണ്. നമുക്ക് എത്ര സമയം കൊടുക്കാം? സമയം കൊടുക്കാൻ ഞാൻ വ്യക്തി വിളിച്ചു പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആഴ്ചത്തോടെ അല്ലെങ്കിൽ മാസത്തോടെ കുഴപ്പമില്ല. നമ്മൾ ഡിഫറൻസ് ചെയ്യുന്നത് കൊടുത്തിട്ട് ഒരു മാസത്തിൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് കുട്ടി വെള്ളം ഞാൻ പറ്റാം. ഓക്കെ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളിത് ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ ഇത് നമുക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ഒറ്റ ചെയ്യുക. ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ ഒറ്റ ചെയ്ത് ഒരു കുട്ടിയോടെയുള്ള നിങ്ങൾക്ക് കറക്റ്റ് സൂചന കുട്ടിയോടുള്ള ഞാൻ എന്ത് ചെയ്യാം? പിന്നെ നീ കുട്ടിയെ കണ്ടുവച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ അവരെ അന്വേഷിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കാട്ടിച്ച് അതായത് ഡിറ്റക്റ്റീവിൽ പൈസ കൊടുത്തിട്ട് കണ്ടെത്തും. ഞാൻ എന്നോട് ചോദിക്കട്ടെ ഈ ബോംബ് കാര്യങ്ങൾ എന്തെങ്കിലും സൂചന പിന്നെ ഞാൻ പറഞ്ഞേക്കെ നമ്മളെന്തെങ്കിലും ബാധിക്കുന്ന കേസല്ല നമ്മളിത് മാറിക്കാതെ പറയാം. നമുക്ക് ഒരു കാര്യത്തിലും അതായത് പിന്നെ നിങ്ങളെ എത്ര ഹെൽപ്പിക്കാനാണ് നിങ്ങളെ എന്നെ ഒരിക്കലും ഒരു കാര്യം ബാധിക്കില്ല. അവരെ വീട്ടുകാർ എനിക്കൊരു ആളെ വിഷമിക്കാൻ ആഗ്രഹമില്ല. അതെന്ന് വെച്ചാൽ അവസാന ഘട്ടങ്ങളൊക്കെ കളികളും കാര്യങ്ങളൊക്കെ കളികളൊക്കെ ഞാൻ ചോദ്യം ഞാനാകാം. എനിക്ക് ഒരു ഫേമസ് വേണ്ട ഒരു മാർമാർക്കറ്റ് വേണ്ട ഒരു മാറ്റവും വേണ്ട ഒരു കുട്ടിയെ കിട്ടണമെന്ന് വിചാരിച്ച് നടക്കുന്ന കൂടുതൽ അവസാനം എത്തിയപ്പോൾ ഒരു നിമിഷം പോലെ കിട്ടിയിരിക്കും. അതാ ഇങ്ങനെ കിട്ടിയ നമുക്ക് ഞാൻ എല്ലാ സേവനം
ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളടുത്ത് ഞാൻ അപ്ഡേറ്റ് എന്തായി കണ്ടായി കാര്യങ്ങൾ ഞാൻ അപ്പുറത്തുള്ള അന്വേഷണമോ അപ്പുറത്തുള്ള കാര്യങ്ങളോ ഇനി വേറെ കാര്യം കൂടി കേട്ടോളൂ. ഞാൻ ആകെ ഷോക്കായി വിട്ടു. ഒരാളെ താഴത്ത് വിശ്വസിക്കാറില്ല. അപ്പൊ അബ്ദുൾ ഹാരിസ് അപ്പുറത്ത് പരിചയപ്പെട്ടിയാണ് നിങ്ങൾ മനസ്സിലാ അതേ ടൈമിൽ കിട്ടിയാണ് അബ്ദുൾ ഹാരിസ് അല്ലേ? വ്യാഴാഴ്ച ഫലം വിളിച്ചു എന്താ റബീഖ് നാട്ടിലുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റബീഖിനോട് പറയാം വിളിച്ചിട്ട് പറയുന്നത് പോലെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചിട്ട് വണ്ടി കാര്യങ്ങളുണ്ട് പൈസ ഞാൻ കൊടുക്കാറുള്ളൂ. വണ്ടി കാര്യങ്ങളൊക്കെ റബീഖിനോട് പോയി വിളിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഈ പൈസ എടുത്ത് കാരണം നിങ്ങൾ ഒരുപാട് പൈസ ചിലവാണ്. നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ സർവീസിൽ 1000 വെച്ചു നിങ്ങൾക്ക് ഇൻകം കിട്ടും. നിങ്ങൾക്ക് എന്താ നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കണം. ഇതിന്റെ വലിയ കാര്യമാണ് കിട്ടും. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യങ്ങളോ ഏതോ ഒരു കുട്ടി പാടിക്കലിൽ ഞാൻ എന്നും യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ് മറ്റേ ഈ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇത് സോൾവ് ആയി വന്നിട്ടില്ലേ? അതെങ്ങനെ ചോദിച്ചാല് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അന്വേഷിച്ചു നമ്മളെ കുട്ടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിഷയം അവിടെ വിട്ടു. പക്ഷെ ഞാനത് അന്വേഷണമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കൊന്നും എനിക്കറിയേണ്ട ഈ ബോംബ് കാര്യം എന്താണ് നമ്മൾക്കുള്ള പിടിക്കുന്നത്? അത് ബോംബ് കുറച്ച് അതായത് ഇപ്പൊ യൂട്യൂബർമാരൊക്കെ അതായത് ഇപ്പൊ കൂള് മറ്റുള്ളവർ എല്ലാ യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അതായത് ഇങ്ങനെ നമ്മളൊരു ട്രാക്കിൽ പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രാക്കിൽ പെട്ടു പോകുന്നതാണ് ഞങ്ങളുടെ തിരുത്താൻ പറ്റും. കാരണം നമ്മളെ സംഭവം ലോകം കറങ്ങി പോയിട്ട് ചെരുപ്പ് സത്യം ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴത്തേന് ലോകം ഇറങ്ങിയിട്ടുണ്ടാവും അറിയാമല്ലോ. അപ്പൊ ഞാനത് തിരുത്താൻ വെക്കില്ല. അതിന്റെ ഒരു അവസാനത്തെ വീഡിയോ അത് ഞാൻ ഫോൺ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഞാനൊരു ബോംബ് ഇടും. അവിടെ പെടാൻ പോകുന്ന നിലയ്ക്ക് അതെല്ലാവരും പെടും. പെടുമ്പോൾ പോകും എല്ലാത്തിനും ഇമാരി കാര്യങ്ങളായിക്കൊണ്ട് ഞാനത് പറഞ്ഞ കളിക്കും എല്ലാ കാര്യങ്ങളും ഒരു സൂചന കൊണ്ട് എന്താന്നുള്ളത് മനസ്സിലായില്ല. എന്തെങ്കിലും സൂചന തന്നോട് എന്താന്നുള്ളത് സൂചനയുണ്ട്. ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്നുള്ള വലിയ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളോട് പറയാം ഓക്കെ, നിങ്ങൾ കേട്ടില്ലേ? ദിയ ഫാത്തിമാന്റെ വീട്ടിലുണ്ട്, അതിന്റെ തെളിവും കാര്യങ്ങളും അതൊന്നും തെളിയിപ്പിക്കണം. 1 2 കൂൾ ഗ്രേപ്പിന് വേണ്ടി വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കട്ടെ 1. പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു വ്യക്തി ദേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ലാന്ന് വ്യക്തമായി. അപ്പോൾ ഇത് തെളിയിക്കാണ്ട് ഓനെ ഞാൻ വിടൂല. എന്ത് തന്നെ വന്നാലും ഞാൻ വിടൂല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ കേസ് ആയിട്ടിൽ ഇറങ്ങിയിട്ട് ഓനെ എന്താ പരിപാടി എനിക്കറിയില്ല. ഓനെ തെളിയിക്കാണ്ട് എന്ത് ദേശത്തിന്റെ പുറത്ത് പറയുന്നതാണ്? ഇങ്ങനെയാണ് 10-20 മിനിറ്റാണ് ദേശത്തിന്റെ പുറത്ത് നമ്മളെ കുടുംബത്തിനെ പറയാം. അങ്ങനെയാണോ പറയുന്നത്? ഞാനത് അറിഞ്ഞില്ല, എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവനെ വിടാൻ തീരുമാനിച്ചില്ല. എന്തായാലും എൻ്റെ കുട്ടീൻ്റെ കേസിട്ട് നമ്മളെ നല്ല രീതിക്ക് സംസാരിച്ചിട്ട് നമ്മളെ നല്ല രീതിക്ക് നിന്നിട്ട് അവസരത്തിനൊത്തിരി അവസരത്തിനൊത്ത് നിന്നിട്ട് പല രീതിയിൽ ഇതാക്കുന്നത് കള്ളത്തരം പറഞ്ഞ ശരിയില്ല. ഇതൊക്കെ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു. അവനോട് യൂട്യൂബർമാരെന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോൻ്റെ പേരിൽ ഓൻ്റെ മനസ്സിൽ തോന്നിയ ഓനെ പൊക്കിയെന്ന് പറഞ്ഞ സപ്പോർട്ട് കിട്ടുന്നുള്ള രീതിക്ക് ഓനെ പറയാത്തതിൻ്റെ പേരിൽ വന്ന ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളായത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഓക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷേ പറയാണ്ട് ഇത് തെളിവ് പുറത്തു പോകണമെന്നുള്ള രീതിക്കാണ് ഞാൻ വിട്ടത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓനെ ആരൊക്കെ നമ്മളെ സഹായിച്ചെന്ന് പറഞ്ഞ വ്യക്തിനെ വരെ പല രീതിയിൽ ഇവരോട് പറഞ്ഞോ അയാൾ അങ്ങനത്തെ വ്യക്തിയാണ്, അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പാടില്ല, ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ഒക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. കൂൾ ഗ്രേപ്പിനെ എന്തൊക്കെ പറയും ഈ വോയിസ് തന്നെ കൂൾ ഗ്രേപ്പിനെ പറഞ്ഞിട്ടുണ്ട്. ഓന് കുത്തിത്തിരിപ്പിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഓനെ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. റഫീഖായിട്ട് എത്രയും കമ്മിയായി. റഫീഖിനെ വരെ ഓൻ പറഞ്ഞു. ആ സ്ത്രീ ഓന് കണ്ടെത്തി കൊടുത്തെന്ന് പറഞ്ഞ ആ സ്ത്രീനെ പറഞ്ഞു. എന്നിട്ട് ആള് നമ്മളെ വോയിസും കാര്യങ്ങളും എടുത്ത് നമ്മളെ വെറും ഇതാക്കിയിട്ട് ഓനിങ്ങനെ ഹൈ ലെവലിലേക്ക് പോകാനുള്ള നിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നീ എന്നും കാലാകാലം ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന നീ വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് പോകും. കാരണം ഇത് ഞാനിപ്പോൾ വിട്ടതിൻ്റെ കാരണത്തിൽ തെളിവ് നമ്മുടെ അടുത്തും ഉണ്ട്. നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇപ്പം മനസ്സിലായി. ദിയ മോളെ വീട്ടിൽ തന്നെ കുട്ടിനെ കാണാൻ അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു. അത് നീ തെളിയിച്ചിട്ട് നീ പോയാൽ മതി. തെളിയിച്ചിട്ട് തന്നെ പോയാൽ മതി. അതും രണ്ടാമത് നമുക്കെതിരെ ബോംബ് പൊട്ടിച്ചാൽ നമ്മളെ കുടുംബം തന്നെ പോകും പോലും അതും കാണിച്ചിട്ട് പോയാൽ ആരുടെ കുടുംബം എങ്ങനെ പോകേണ്ടത് അറിയണ്ട. അത് കാണിച്ചിട്ട് പോയാൽ മതി. കാരണം ജനങ്ങളെ മുമ്പ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വിടാത്തതിൻ്റെ കാരണം. ഇവക്കിന് എന്തെങ്കിലും പറയാണ്ട് പോട്ടെ, അല്ലെങ്കിൽ ഇവള് വീഡിയോ ആയിട്ട് നാളെ ഇവള് മാത്രം പറയുന്ന വീഡിയോയിൽ വരും. ഞങ്ങൾ കേൾക്കാൻ തെളിവുള്ള കാര്യങ്ങളാണ്. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, ബാക്കി ഞാൻ കണ്ടെത്തിക്കോളൂ. നിയമപരമായിട്ട് ഇത്ര നാളും നിയമപരമായിട്ട് പോയിട്ടില്ല. നിയമപരമായിട്ട് ഓനെതിരെ ആ ഒരു ഇതിൻ്റെ പേരിൽ കൊടുത്തതുള്ളൂ. ഇനി ഫസ്റ്റ് തന്നെ ലാസ്റ്റ് ഞാൻ പറയാം, നിയമപരമായിട്ട് പോകും. ആർക്കൊക്കെ എതിരെ ഞാൻ പറയാം. എൻ്റെ കുട്ടീൻ്റെ കേസിൽ തംബ്നെയിലിൽ ആവശ്യമില്ലാത്ത വേർഡുകൾ എഴുതിയിട്ട് വീഡിയോ ചെയ്ത എല്ലാവർക്കും കുട്ടീനെ കണ്ടെത്തുന്ന പറഞ്ഞാൽ എല്ലാ ആരൊക്കെ എനിക്കറിയാം. പിന്നെ ഒരു സ്ത്രീ ഉണ്ട്, ഷഹാന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ട്, കൂൾ ഗ്രേപ്പ് ഉണ്ട്,
പിന്നെ ഷീടോക്സ് ഉണ്ട്, എനിക്കെതിരെ ഞാൻ 20 ലക്ഷത്തിന് വിറ്റെന്ന് പറഞ്ഞ ഷീടോക്സ് ഉണ്ട്, ജുനൈദ് നമ്പലത്തുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ചെയ്തതിൻ്റെ ഇത് ഞാൻ എന്താ നിയമപരമായിട്ട് തന്നെ പോകും ഇൻഷാ അല്ലാഹ്. അങ്ങനെ കാണാം നമുക്ക്. വേറെ ഒന്നും പറയാനില്ല. ഇവക്കെന്തെങ്കിലും പറയാണ്ട്. ഇവള് പറയാതിരുന്നത് എത്ര നാളൊന്നും മിണ്ടാതിരുന്നതാണ്. പക്ഷെങ്കിൽ മിണ്ടാതിരിക്കുമ്പോൾ തലേ കയറലാണ്. അപ്പോൾ നമുക്ക് ആ നിയമപരമായിട്ട് നേരിട്ട് തന്നെ കാണാം. നിനക്ക് ചെയ്യാനുള്ള ജുനൈദ് നിന്നോട് തന്നെ പറയുന്നത്, നിനക്ക് ചെയ്യാനുള്ള നീയും ചെയ്യും, ബാക്കി നമുക്ക് കാണാം കേട്ടോ. നിന്നോട് തെറ്റാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഇതാണ്. കാരണം തെറ്റുന്നത് നീ കമ്പനി ആയത് ഒരു പ്രശ്നമില്ലാത്തതിൻ്റെ മുമ്പാണ്. ഇപ്പം നീ പറഞ്ഞ എൻ്റെ കുടുംബത്തിൽ ബോംബ് പൊട്ടിക്കാണെന്ന് പറഞ്ഞ വോയിസൊക്കെ നമ്മളുമായിട്ട് പ്രശ്നമാകുന്നതിന് മുന്നേ ഉള്ള വോയിസുകളാണ്. അപ്പം നീ എത്രത്തോളം അന്ന് നീ പറഞ്ഞ റഫീഖിനോട് നീ പറഞ്ഞില്ലേ, റഫീഖിൻ്റെ അടുത്ത് എല്ലാ തെളിവും കൊടുത്തു. റഫീഖിനും നീ കൊടുത്തില്ലല്ലോ തെളിവ്. നീ പറഞ്ഞു ബാക്കിയുള്ള നമുക്ക് കൊടുത്തില്ല, നമ്മൾ പോകുന്നതുകൊണ്ടോ കൊടുക്കാതെ, നമുക്ക് തെളിവ് വന്നില്ല. ഫോട്ടോ മാത്രമേ ആദ്യം പറഞ്ഞ എല്ലാം കൊടുത്തെന്ന് പറഞ്ഞു. ഇപ്പൊ മെഞ്ഞാത്ത വീഡിയോ നീ പറഞ്ഞ ഫോട്ടോ മാത്രമേ കൊടുത്തില്ലൂ, ബാക്കി കൊടുക്കാതെ അവർ കൂടിപ്പോയി അവിടെ പ്രശ്നമാക്കുന്നുള്ളതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ റഫീഖിന് നീ കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് കൊടുക്കാതെ? മനസ്സിലാക്കാനുള്ള ബോധമുള്ള കുറെ ജനങ്ങളുണ്ട്, മനസ്സിലാവും കേട്ടാ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് നിനക്കൊന്നും പറയാണ്ട് പറഞ്ഞോ. ബാക്കിയുള്ള വോയിസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാൻ അറിയാം. ആ സ്ത്രീൻ്റെ ഒക്കെ ഉണ്ട്, ഞാൻ വിടായിട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. നിന്റെ കാര്യങ്ങൾ എന്തിൻ്റെ പേരാ തെറ്റിയെന്നില്ലെന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഇനി നിയമപരമായിട്ട് ഇനി കാര്യങ്ങളുള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ടോ ഒരു ഇതായിട്ടോ ഇനിയില്ല. നിയമപരമായിട്ട് നമുക്ക് കാണാം, ഏത് രീതിക്കാണെങ്കിലും ഇൻഷാ അല്ലാഹ് കുട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരും. ഇനി ഈ ഒരു കേസായിട്ടുള്ള ഇത് ഇന്നത്തോടെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ഇന്നത്തോടെ നിർത്തുകയാണ്. പിന്നെ ഇനി ഒരിക്കലും വീഡിയോൻ്റെ സംഭവം ഉണ്ടാവില്ല. പക്ഷെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, അന്നേരം കാണാം. ബാക്കി എന്തായാലും പിന്നെ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ നീയൊക്കെ എന്നെ പരമാവധി കുട്ടിൻ്റെ ഉപ്പ് വിറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ സമ്മതിക്കണം. ഇവളോട് ഞാൻ പറയാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ വേണ്ട വിട്ടേ, നീ അതിൻ്റെ അടങ്ങാറാണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. പക്ഷെ നീ വരുത്തിച്ചതാണ്. നീ വരുത്തിച്ചതുകൊണ്ട് നീ എന്നെ അറിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ അത്രയും പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത് തെളിവുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇതൊന്ന് പറഞ്ഞതുള്ളൂ, അത്രയേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. കേൾക്കുന്നവർ കേൾക്കുക, തെളിവുകളാണ്. ഇൻഷാ അല്ലാഹ് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് തന്നതൊക്കെ തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തന്ന ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ വെക്കാന്നുള്ളൂ, അത് ഞാൻ കാണിച്ചു തന്നെ. വേറെ സ്ക്രീൻഷോട്ട് എനിക്ക് തന്നില്ല. അതിന് നല്ല രീതിക്ക് തന്നെ സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കിയ ശേഷം അത് രാത്രിക്ക് എനിക്കെതിരെ വോയിസ് ഒരുപാട് മെസ്സേജ് ഡിലീറ്റ് ആക്കാതെ. ഞാൻ ഒന്നും ഡിലീറ്റ് ആക്കിയില്ല, ഒരു കാര്യം ഞാൻ ഡിലീറ്റ് ആക്കിയില്ല. അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ കള്ളത്ര ആരെടുത്താന്ന് മടിയിൽ കരാറിക്കാന്ന് എല്ലാം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.